നിള കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വല്ലാത്തൊരു അടിച്ചമർത്തലുണ്ടായിരുന്നു. ഒരു ഏറ്റവും ഹരാസിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയത്. ഒരു വെളിച്ചമില്ലാത്ത ഒരു ടണലിലൂടെ ഒരു പ്രതീക്ഷയുമില്ലാതെ നമ്മൾ ഒഴുകിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഇരുട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യാശയുടെ ഒരു വെളിച്ചം ഉണ്ടായിരിക്കണമല്ലോ. അപ്പം അപ്പുറത്തിൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം ഏറ്റവും നമ്മളെ അടിച്ചമർത്തുന്ന അവസരത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന ഏതെങ്കിലും ഒരു മുറിവിലേക്കായിരിക്കും തിരിച്ചു പോകുന്നത്. ആ മുറിവിൻ്റെ വേദനയായിരിക്കും അവിടെ പിന്നെയും സർഫസ് ചെയ്ത് വരുന്നത്. അപ്പുറം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അൺഹീൽഡ് ആയിട്ടുള്ളൊരു വൂണ്ടായിട്ട് ഉള്ളിൽ കിടക്കുന്നതാണ്. പൊള്ളുന്നതാണ് എന്നുള്ളൊരു ബോധമൊന്നും അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തൊരു കാര്യമൊന്നും അല്ല. ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ദിസ് ഇസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള ഒരു കോഴ്സിൽ വന്നതാണ്. പിന്നെ ഇതിൽ ആരെയും മോശമായിട്ട് കാണിക്കാനായിട്ട് ചെയ്യുന്നില്ല. ഇതൊരു സൂപ്പർസ്റ്റിഷൻ്റെ കാര്യമാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ കാര്യം അല്ല പറയുന്നത്. നമ്മളിവിടെ സ്ക്രിപ്റ്റേഴ്സിൻ്റെ കാര്യമോ അത് കോട്ട് ചെയ്തിട്ടോ ഉള്ള ഒന്നുമില്ല. സ്ക്രിപ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇതിലൊന്നും അർത്ഥമില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ടായിരുന്നു.